ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും പറയും, ഞാൻ ഇന്ന് ഇരിക്കുന്ന ചെയർ എൻ്റെ അറിവിനുള്ള ചെയറാണ് എനിക്ക് ഇന്ന് ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് പോകണമെങ്കിൽ ഇനി ഞാൻ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത അപ്ഡേഷൻ വരണമെങ്കിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊന്നും ആരും വെറുതെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംവിധാന ഭൂമിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ നാടിന്, അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതിക്ക് അങ്ങനെ സംവിധാനമില്ല. ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടാവാം, നമുക്ക് സ്വന്തമായി വീടുണ്ടായിരിക്കാം. പക്ഷെ 5 കൊല്ലമായിട്ടോ 10 കൊല്ലമായിട്ടോ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഒരു കാറ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു വീട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതൊരു ഓൺട്രപ്രണറുടെ മോശമായ അവസ്ഥ എന്നേ പറയുള്ളൂ. പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ ഈ ഇത്രയും മത്സരമുള്ള ലോകത്ത് പിയാനിൽ കഴിഞ്ഞ് സ്വന്തം കഴിഞ്ഞ് വേറൊരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ഓണർക്ക് വരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് ഒരു IPO പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസമാണ്. 2008, 2009, 2010 ഇന്നോവ എടുത്ത കസ്റ്റമേഴ്സ് എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, C ക്ലാസ് ഉണ്ടോ, E ക്ലാസ് ഉണ്ടോ എന്നുള്ള ചോദ്യം എനിക്ക് തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ കസ്റ്റമറെ കൂടെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുള്ള തോന്നൽ എനിക്കുണ്ടായി. അല്ല, ഞാൻ അതിൻ്റെ ബാക്കിൽ അതിനു വേണ്ടി എഫേർട്ടുകൾ ഇട്ടു. 7 ഞാൻ തിരിച്ചു വന്നത് സൗദി അറേബ്യയിൽ നിന്ന്. 8 മുതൽ ഞാൻ ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തു. അങ്ങനെയാണ് റോയൽ ഡ്രൈവ് എന്ന ഒരു ബ്രാൻഡ് 2015 സ്റ്റാർട്ട് ചെയ്തത്. Some passions steer the ordinary into the extraordinary. From a simple love of cars to building a path that transforms an entire industry. This is the story of Royal Drive, a startup turned powerhouse in luxury pre-owned automobiles. Founded on the idea that every dream machine deserves the chance to be driven. That premium isn't just a price tag, it's an experience built on trust, quality and vision. At the heart of it all is Mujib Rahman, a founder who believed that if you love what you do enough, you will do more than what most expect. He turned his passion for cars into a business that sets a new standard for pre-owned luxury vehicles. And he did so by never compromising on what mattered the most: transparency, service and integrity. From that very first showroom to the doubts that whispered, will this even work? To the moments that roared back, yes, it can and it will. It's a journey of passion, perseverance and vision that turned dreams into drive. Let me welcome Mr. Mujib Rahman to GHC Growth Talks. ഈ കേരളത്തിൽ ഒരു പ്രീ ഓൺ ലക്ഷറി കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് റോയൽ ഡ്രൈവ് ആണ് ശരിക്കും ലോഞ്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ശരിക്കും എങ്ങനെയാണ് ഈ പ്രീ ഓൺ സെഗ്മെന്റിലേക്ക് എത്തിയത്, അതിൻ്റെ ഒരു ബ്രാൻഡിലേക്ക് എത്തുക, ആ ഒരു സ്റ്റോറി, നമ്മുടെ ഫൗണ്ടിങ് സ്റ്റോറി ഓഫ് റോയൽ ഡ്രൈവ് ശരിക്കും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫണ്ട് സ്റ്റോറി ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. എന്നാലും കൂടി ഒരിക്കലും കൂടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു വാഹന മേഖലയിൽപ്പെട്ട ആളല്ലായിരുന്നു. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു മൊബൈൽ മേഖലയിലാണ്. ഒരു മൊബൈൽ ടെക്നീഷ്യനായിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പായിരുന്നു എനിക്ക് സൗദി അറേബ്യയിൽ. അവിടുന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന ഇടയിൽ നാട്ടിൽ വന്നു, ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ മൊബൈൽ ഷോപ്പ് എൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ കുറവുകളാണല്ലോ നമ്മളെപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോൾ ഈ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ബിസിനസ്സിനെ ഇപ്പോൾ എല്ലാ മേഖലയിലുള്ള മനുഷ്യർ, ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു 5 വർഷം പഠിക്കുന്നുണ്ട്. ഒരു CA അവർ ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് ഒരു CA എന്നുള്ള സർട്ടിഫിക്കേഷന് കിട്ടുന്നത്. അതേപോലെ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും പഠനം നിർബന്ധം. പക്ഷേ നമ്മുടെ നാട്ടിലെ എന്തോ ഒരു അവസ്ഥ കാരണം ഓൺട്രപ്രണർക്ക് മാത്രം ഒരു ആവശ്യമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ചാടിക്കഴിഞ്ഞ് നീന്തുക എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ബിസിനസ്സുകാരനാകണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോയ സമയത്താണ് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്, നമ്മുടെ പാഷനെ ബിസിനസ്സായി ആക്കുന്നതാണ് കൂടുതൽ നമുക്ക് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പാഷൻ എന്നുള്ള പലർക്കും കുറേ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഓട്ടോമൊബൈലിലെ അപ്ഡേഷൻസ്, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, പക്ഷേ മറ്റുള്ള ബുക്കുകളിലൂടെയും ഒക്കെ അപ്ഡേഷൻ മാക്സിമം കിട്ടുന്നതൊക്കെ വാങ്ങി ലോകത്ത് നടക്കുന്നതും കേരളത്തിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഓട്ടോമൊബൈൽ അപ്ഡേഷനും ഞാൻ വളരെ സസൂക്ഷ്മം പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ മേഖലയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലോട്ട് 2008 പ്രവാസത്തിന് ശേഷം മലപ്പുറത്തൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങി അതിന് ശേഷം ഈ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. അങ്ങനെ അപ്പോഴാണ് എനിക്ക് ഇതിന് നല്ല ഇത് ഓടിക്കണമെങ്കിൽ നല്ലൊരു ERP വേണം, ഒരു സിസ്റ്റം പ്രോസസ്സ് വേണം എന്നൊക്കെയുള്ള ചിന്ത. പക്ഷേ 2008 ആ തോട്ട് ഏകദേശം 2015 എനിക്ക് തന്നെ പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞു. അത്രയും കാലം ഞാൻ അതിൻ്റെ ബാക്കിൽ അതിനു വേണ്ടി എഫേർട്ടുകൾ ഇട്ടു. 2007 ഞാൻ തിരിച്ചു വന്നത് സൗദി അറേബ്യയിൽ നിന്ന്. 2008 മുതൽ ഞാൻ ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തു. അങ്ങനെയാണ് റോയൽ ഡ്രൈവ് എന്ന ഒരു ബ്രാൻഡ് 2015 സ്റ്റാർട്ട് ചെയ്തത്. 2016 ഫസ്റ്റിലാണ് ഞങ്ങൾ അതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയത്. ആദ്യം നമ്മൾ ലക്ഷറി കാർസിൽ ആയിരുന്നു, അത് നോർമൽ കാർസിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇതിലേക്ക് എത്തിയതാണോ? ഫസ്റ്റ് ഞാൻ അന്നത്തെ സമയത്ത് ലക്ഷറി 2008-10 ഇവിടെ ലക്ഷറി കാർ പറഞ്ഞാൽ വളരെ ദുർബലമായിരുന്നു, വളരെ എണ്ണത്തിൽ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നോവ ആയിരുന്നു അന്ന് എൻ്റെ ഇത്. കാരണം അന്ന് ഇന്നോവ ഓൾമോസ്റ്റ് ഒരു ലക്ഷറി കാറാണ്. എല്ലാ ആളുകളുടെ വീട്ടിലൊരു ഇന്നോവ എന്നൊരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഇന്നോവയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലക്ഷറിയിലോട്ട് കയറാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, എൻ്റെ പാഷൻ അതിലായിരുന്നു. രണ്ടാമത്തെ കേസ്, എൻ്റെ കസ്റ്റമേഴ്സ് 2008-ലും 2009-ലും 2010-ലൊക്കെ ഇന്നോവ എടുത്ത കസ്റ്റമേഴ്സ് എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, C ക്ലാസ് ഉണ്ടോ, E ക്ലാസ് ഉണ്ടോ എന്നുള്ള ചോദ്യം എനിക്ക് തന്നെ വരാൻ തുടങ്ങി. അപ്പോൾ കസ്റ്റമറെ കൂടെ ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുള്ള തോന്നലും എനിക്കുണ്ടായി. അങ്ങനെയാണ് ആക്ച്വലി ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ പൊസിഷൻ ചെയ്ത് അതിനെ ആ രീതിയിൽ അതിനെ കൊണ്ടുവന്നത്. ഒരു തോട്ടുണ്ട് ആക്ച്വലി ഒരു ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇന്നോവേഷനിലേക്കും അതിൻ്റെ മാർക്കറ്റിങ്ങിലേക്കും സ്പെൻഡ് ചെയ്യണം. ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചെയ്യണേക്കാളും നല്ലത് ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നൊരു പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് 2010-15 തുടങ്ങി നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, CRM ഉണ്ട്, ERP ഉണ്ട്. ഇത് വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെഗ്മെൻ്റാണ് ഈ പ്രീമിയം സെഗ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നോർമലി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരിക്കും അതിലേക്ക് എത്തിയത്, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ അന്ന് 2016 റോയൽ ഡ്രൈവിന് വെബ്സൈറ്റ് ഉണ്ട്, 2016 ഞങ്ങൾക്ക് ERP ഉണ്ട്. പലരും കോവിഡിന് ശേഷമാണ് പല ബിസിനസ് ഓണേഴ്സും ഒരു വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു ലോങ് വിഷൻ, നമുക്കൊരു വലിയൊരു രീതിയിൽ ഒരു ബ്രാൻഡിനെ വലുതാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കുന്നത് രണ്ടാണ്. ബിസിനസ്സിൽ നമ്മൾ മാത്രമാണ് ഏൺ ചെയ്യുന്നത്, അതിൻ്റെ ഫൗണ്ടറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഒരു വളരെ മൈനോറിറ്റി പീപ്പിൾ മാത്രമാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. അതേസമയം ഒരു വലിയൊരു കമ്പനിയായി മാറുമ്പോൾ നമ്മളും നമ്മളെ കൂടെ ഹാർഡ് വർക്ക് ചെയ്ത ടീമിനൊക്കെ നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് ഈ SOP മോഡലൊക്കെ ഉണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വിജയത്തിലോട്ട് പോകണമെങ്കിൽ ഒരു വലിയ കമ്പനിയാക്കി മാറ്റണം. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ മനസ്സിൽ കരുതിയിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിലോട്ട് എത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മളെ കയ്യിലൊരു ബ്രാൻഡ് വേണം. ആ ബ്രാൻഡ് നമ്മൾ വായോണ്ട് പറയുന്നത് നടപ്പിലാക്കുന്ന ഒരു ഓപ്പറേഷൻ സിസ്റ്റം ERP ത്രൂ വേണം. അപ്പോൾ ഇത്തരം തിരിച്ചറിവുകൾ അന്ന് റോയൽ ഡ്രൈവിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് അന്ന് എൻ്റെ കൂടെ 2016 IT, അതായത് ഇൻഹൗസ് IT 2 ആളുകൾ ജോലി ഉണ്ടായിരുന്നു. അവരിന്നും എൻ്റെ കൂടെ ഉണ്ട്. കാരണം ഒരു ഓണ്ടർപ്രണർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അഡാപ്റ്റബിലിറ്റി, ലേണിംഗ്, അപ്ഡേഷൻസ് ഒക്കെയാണ്. കാരണം ഞാൻ മുജീബ്ക്കനെ പല സ്ഥലത്തും കാണുമ്പോൾ പല ഓണ്ടർപ്രണറിയൽ സെഷൻസിലും അല്ലെങ്കിൽ എവിടെയൊക്കെ പുതിയ അപ്ഡേഷൻസ് ഉണ്ടോ അവിടെയൊക്കെ ഒരുപാട് പഠിക്കുക, ഒരുപാട് കോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. പലവരും ക്ലാസ്സിന് പോയിരിക്കും, പഠിക്കും, പക്ഷെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറില്ല. ശരിക്കും അതിലേക്കുള്ള ഇൻസ്പിറേഷൻ എങ്ങനെയാണ് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്? എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കാണുന്നത് ആസ് എ പേഴ്സൺ, ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത പഠനത്തിനാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, ഇതാണ് ഒരു ഓണ്ടർപ്രണറുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത് മാക്സിമം നമ്മുടെ കമ്പനിക്ക് കൊടുക്കുമ്പോഴാണ് കമ്പനി വളരുള്ളൂ. പിന്നെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചാലും, ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കോഴ്സുകൾ ചെയ്താലും ഇതിനൊരു അൽഗോരിതം ഉണ്ട്, ഒരു ബിസിനസ്സിന് അൽഗോരിതം ഉണ്ട്. അപ്പോൾ ആ അൽഗോരിതം നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളില്ലാതെ ഈ ബിസിനസ് ഓടുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഓരോ ടീമിനെ ഡെലിഗേറ്റ് ചെയ്യുമ്പോഴും പലരും എന്നോട് ചോദിക്കും, ഇവരൊക്കെ വിട്ടുപോയി നിങ്ങൾക്ക് കോമ്പറ്റീറ്റർ ആവില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നത്, വീഗാർഡ് എന്ന് ഒരുപാട് ആൾ വിട്ടുപോയിട്ടുണ്ട്, പക്ഷെ വേറെ വീഗാർഡ് അവരെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് എല്ലാ സാഹചര്യം ഒരുമിച്ച് വന്നാൽ മാത്രമാണ് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു ബിസിനസ് ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അതിലോട്ട് നല്ല ടീമിനെ കണ്ടെത്തി, ഇതൊരു നീണ്ട പരിശ്രമമാണ്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന, ഒരു വർഷം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അപ്ഡേറ്റ് ആയി വരണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ആവണം എന്നുള്ള വിഷൻ നമുക്ക് വേണം. അത് ഇത്തരം കോഴ്സുകളിലൂടെയും ആ കോഴ്സുകളുടെ
ഇംപ്ലിമെൻറ്റേഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും പറയും, ഞാൻ ഇന്ന് ഇരിക്കുന്ന ചെയർ എൻ്റെ അറിവിനുള്ള ചെയറാണ് എനിക്ക് ഇന്ന് ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് പോകണമെങ്കിൽ ഇനി ഞാൻ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ അടുത്ത അപ്ഡേഷൻ വരണമെങ്കിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊന്നും ആരും വെറുതെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സംവിധാന ഭൂമിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ നാടിന്, അല്ലെങ്കിൽ അങ്ങനെ പ്രകൃതിക്ക് അങ്ങനെ സംവിധാനം ഇല്ല. ഓക്കെ. അതുപോലെ ശരിക്കും ഒരു ബിസിനസ്സിന് ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാപിറ്റൽ. അത് നമ്മളായിട്ട് കൊണ്ടുവരാം, ഡെറ്റായിട്ട് കൊണ്ടുവരാം, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊണ്ടുവരാം. പലപ്പോഴും റോങ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, റോങ് പീപ്പിൾ വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിന് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഡിഫൈൻ ചെയ്ത രീതി എങ്ങനെയാണ്? പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ രീതി എന്ന് വെച്ചാൽ റിട്ടേൺ ROI ബേസ്ഡ് ആണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന വാല്യൂ ഇൻവെസ്റ്റേഴ്സാണ്. ലോങ് ടൈമിലേക്ക് നമ്മുടെ വിഷനോട് കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫൈനലി ഇവരായിട്ടുള്ള ടീംസ് നമ്മുടെ ഓപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്യാതെ എന്നാൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അവരെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഞാൻ അവരോട് എൻ്റെ ഇനീഷ്യൽ ടോക്ക് തന്നെ, നമുക്കിപ്പോൾ മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇന്ന് കുഴിച്ചിട്ട് 6 മാസം കൊണ്ട് വിളവ് കിട്ടും. അതേസമയം ഒരു തേക്ക് മരമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ വാല്യൂ വലുതായിരിക്കും. മരച്ചീനിയുടെ വാല്യൂ അല്ല ഒരു തേക്ക് മരത്തിന് മരച്ച്. അപ്പോൾ ഇതേപോലെ ഒരു ലോങ് ടൈമിൽ നമ്മളൊരു വിഷൻ സെറ്റ് ചെയ്ത് അതിൽ നമ്മൾ അടിയുറച്ച് നിന്നാൽ നമുക്ക് എന്തായാലും നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും ഈ രാജ്യത്തിനൊക്കെ ഗുണകരമായൊരു ബിസിനസ് മോഡലാക്കി ഇതിനെ മാറ്റാൻ കഴിയും. അപ്പോൾ ഇത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയറായി. അതിന് വൃത്തിയിലുള്ള MA സംവിധാനങ്ങളുണ്ട്. ഇൻവെസ്റ്റേഴ്സിനേറ്റും ഡയറക്ടേഴ്സിനേറ്റൊക്കെ സംവദിക്കാനായിട്ടൊരു സ്റ്റാഫുണ്ട്. എല്ലാ മാസത്തിലും പാനൽ ഡിസ്കഷൻ. ഇത്തരത്തിൽ കമ്പനി തുടങ്ങിയത് തൊട്ട് ഇതുവരെ മുടങ്ങാതെ എല്ലാ മന്ത്ലി പാനൽ ഡിസ്കഷൻ നടന്നു പോകുന്നുണ്ട്. പല ഓൺടർപ്രണേഴ്സും പാനൽ 6 മാസമോ 1 വർഷം കഴിഞ്ഞൊക്കെ നോക്കുന്നത്. ഈ 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ അന്ന് മനസ്സിലാക്കുമ്പോൾ എവിടെ എത്തിയെന്നറിയില്ല. പിന്നെ ബാലൻസ് ഷീറ്റ്, പല ഓൺടർപ്രണേഴ്സിനും ബാലൻസ് ഷീറ്റ് നോക്കാൻ അറിയില്ല. ഇത് പറയല്ല, ഞാൻ പറയുന്നത് എനിക്കും അറിയില്ലായിരുന്നു ഒരു കാലത്ത്. ഞാനും പഠിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മോണിറ്ററിലൂടെയാണ് നമുക്കൊരു വലിയ വിഷൻ മാത്രം വെച്ചാൽ പോരാ, വിഷനിലോട്ട് എത്താനുള്ള ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പോൾ പ്രോപ്പറായിട്ട് അവരായിട്ട് ടേംസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എഗ്രിമെൻ്റ് ആയിട്ട് തന്നെ. അതെ. കാരണം ചില സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്ററും ഫൗണ്ടർ റോളിലേക്ക് വരും. അതായത് ഒരു ഫൗണ്ടർക്ക് വേണ്ട ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി, ആ റിസ്ക് ടേക്കിങ്ങിനെ പലപ്പോഴും അത് ചോദ്യം ചെയ്യാറുണ്ട്. നമ്മുടെ കേസിൽ ഓൾമോസ്റ്റ് എല്ലാം കൃത്യമായി ഡിഫൈൻ ആക്കിയിട്ട് അത് ഡിഫൈൻ ചെയ്യാനുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ അത് ഞാൻ അവരോട് പറയുന്നത്, അക്കൗണ്ട്സ് ആണല്ലോ, ഫിനാൻസ് ആണല്ലോ, അക്കൗണ്ട്സ് എന്ന് പറയാൻ പാടില്ല, ഫിനാൻസ് ആണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് അവർ മനസ്സിലാക്കേണ്ട കാര്യം. അതിലൊരു 100% ട്രാൻസ്പെറൻസി അവർക്കും, തിരിച്ച് ഓപ്പറേഷനിൽ എനിക്കൊരു 100% ഫ്രീഡം എനിക്കും. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരമായിട്ട് ചെയ്യാറുണ്ട്. ബോർഡിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് എൻ്റെ മെമ്പേഴ്സ് എനിക്ക് ആ ഫ്രീഡം തരുന്നുമുണ്ട്. അല്ലെങ്കിൽ ഈ മുന്നോട്ടുള്ള ഓപ്പറേഷനുള്ള തീരുമാനങ്ങൾക്ക്, ചെറിയ തീരുമാനങ്ങൾക്കൊക്കെ നമ്മൾ കോൺഫ്ലിക്റ്റുകൾ വരും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇങ്ങനെയാണ് അതിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ശരിക്കും ഞാൻ വാല്യൂ ചെയ്ത ആളായതുകൊണ്ട് പലപ്പോഴും നമ്മളെ നമ്പേഴ്സ്, ടേൺ ഓവർ, പ്രോഫിറ്റബിലിറ്റി, എബിറ്റൊക്കെയാണ് വാല്യുവേഷൻ്റെ ഒരു മെട്രിക്സ്. പക്ഷേ ഇപ്പോഴത്തെ കുറേയും കൂടി BCG പോലത്തെ, മെക്കൻസി പോലത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ കുറേയും കൂടി ക്വാളിറ്റേറ്റീവ് പോയിന്റിലേക്ക് അവർ നോക്കുന്നുണ്ട്. അസറ്റിനേക്കാളും ഉപരി ബ്രാൻഡ് എന്തോരം നല്ലതാണ്, ഈ ബ്രാൻഡ് പുതിയ സ്ഥലത്ത് ലോഞ്ച് ചെയ്താൽ എത്ര കസ്റ്റമർ വരും, ഈ ബ്രാൻഡ് ലോയൽറ്റി, റിക്കറിങ്. അപ്പോൾ ഇപ്പോഴും വാല്യുവേഷൻ ക്രക്സ് ആയിട്ട് ഞാൻ കാണുന്നത് റീറ്റൈനബിൾ കസ്റ്റമർ ബേസ് ആണ്. എത്ര പേര് റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര പേര് റെഫർ ചെയ്യുന്നു. ഇതിൽ റോയൽ ഡ്രൈവിൻ്റെ USP അല്ലെങ്കിൽ റോയൽ ഡ്രൈവിൻ്റെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ആ ഒരു പോയിന്റിൽ നമ്മളെ ഈ ഒരു പോയിന്റിന് വേണ്ടി ഞങ്ങൾ എഴുതപ്പെട്ട കോർ വാല്യൂ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ്, ലൈഫ് ടൈം, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മെയിൻ കോർ വാല്യൂസ്. ഇത് രണ്ടും ഞാൻ ഡിഫൈൻ ചെയ്ത് തന്നെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലൂടെ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം റിലേഷനിലൂടെ മാത്രമാണ് നല്ലൊരു ബ്രാൻഡ് ഉണ്ടാവുള്ളൂ. ആ ബ്രാൻഡിന് വേണ്ടിയിട്ട് ആളുകൾ മാപ്പ് കൊടുക്കുന്ന അവസ്ഥയിലോട്ട് വരണം. ഫൊർഗീവ്നെസ് അവിടെയാണ് സംഭവിക്കേണ്ടത്. ഇപ്പോൾ ആപ്പിള്, എൻ്റെ കയ്യിലൊരു ആപ്പിൾ ഉണ്ട്, ആ ആപ്പിളിന് ഒരു പ്രോബ്ലം വന്നാൽ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് പ്രോബ്ലം വന്നു എന്നാണ്. ഒരിക്കലും ആപ്പിൾ എന്ന ബ്രാൻഡിനോട് എനിക്ക് വിരോധം വരില്ല. ആ രീതിയിൽ അവർ പൊസിഷൻ ചെയ്തുകൊണ്ടാണ് ആപ്പിൾ ഒബിയസ്ലി, കാരണം അതിനേക്കാൾ ഫീച്ചേഴ്സ് ഉള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ക്യാമറ ഉള്ള, അതിനേക്കാൾ
ഇതുള്ള ഇതിനേക്കാൾ വിലക്കുറവിൽ ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലൊരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമർ സർവീസ് നിർബന്ധമാണ്. അപ്പോൾ ആ ഭാഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത പരിശ്രമങ്ങളാണ്. ഇന്ന് പണ്ടത്തേതുപോലെയല്ല. പണ്ട് TV അല്ലെങ്കിൽ ഹോർഡിങ്സ് ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ അതിന് റിപ്ലൈ ഇല്ല. ഇന്നത്തെ കാലത്ത് നമ്മളടുത്തൊരു മിസ്റ്റേക്ക് വരുമ്പോഴേക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ സെൻസിറ്റീവായ ലോകത്താണ് സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കസ്റ്റമർ ഹാപ്പിനെസ്സിന് വേണ്ടി ഞങ്ങളുടെ മാക്സിമം അത് ലാഭനഷ്ടങ്ങൾ നോക്കാതെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രാൻഡിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. കാരണം ഈ ഒരു ബ്രാൻഡ് നാളെ ആ ഹാപ്പിനെസ് നാളെ മറ്റുള്ളവർക്കും കൊടുക്കണം. അതിലൂടെ ബ്രാൻഡ് വലുതാവണം, അതിലൂടെ കമ്പനി വലുതാവണം എന്ന ഉദ്ദേശത്തിലോട് മാത്രമാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഈ ഒരു ശരിക്കും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ലക്ഷറി കാർ വാങ്ങാന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് റോയൽ ഡ്രൈവിൻ്റെ ഒരു ക്വാളിറ്റി അഷുറൻസ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെക്കുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പെയിൻ പോയിന്റ് ആണ് കസ്റ്റമർക്ക് ഒരു പ്രീ ഓർഡർ ലക്ഷറി കാർ എടുക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം? അതായത് ശരിക്ക് പിന്നെ ഒരു വാഹനത്തെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു വാഹനത്തെ ഇൻസ്പെക്ട് ചെയ്യാൻ കഴിവുണ്ടാവണമെന്നില്ല. ഇനീഷ്യലി 2008-2009 എനിക്ക് തന്നെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാൻ എടുത്ത വണ്ടികൾക്ക് എൻജിൻ പണി വന്നിട്ടുണ്ട്, ആക്സിഡൻ്റ് ആയ വണ്ടി തിരിച്ചറിയാതെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഒരു കണ്ണ് ഡോക്ടർ കുറേ കണ്ണ് നഷ്ടപ്പെടുത്തിയിട്ടാണ് നല്ല ഡോക്ടർ ആവുക എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു മേഖലയ്ക്ക് വന്നത് മുംബൈയിൽ നിന്ന് വണ്ടികൾ ഓടുന്നിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഭാഗം പലരും ചർച്ച ചെയ്യാൻ പെടാത്തൊരു ഭാഗമാണ് ഇപ്പൊ ഈ ഭൂട്ടാൻ ഇഷ്യൂ. അപ്പൊ ഈ പേപ്പർ ഭാഗങ്ങളെ നോക്കാൻ കഴിവുള്ള ഒരു സിസ്റ്റം, വ്യക്തിയല്ല വേണ്ടത്, നമുക്ക് സിസ്റ്റമാണ്. ഏതെല്ലാം ഏരിയയിൽ എന്തെല്ലാം നോക്കണം. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് വാഹനത്തിലും അതിൻ്റെ ഈവൻ RTO ഓഫീസ്, ഇപ്പോൾ അതർ സ്റ്റേറ്റിലെ RTO ഓഫീസ്, ഇപ്പം ഇന്ന നമ്പറുള്ള RTO ഓഫീസ് നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. കേരളത്തിൽ തന്നെ ഒരു RTO ഓഫീസ് ഉണ്ട് അങ്ങനെ. അവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടികൾ എക്സ്ട്രാ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. നെറ്റിൽ തന്നെ അത് കാണാം. ഞാനത് എടുത്തു പറയുന്നില്ല. ഗണേഷ് കുമാർ അദ്ദേഹം പോലും RTO ഓഫീസിനെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ചെറിയ ന്യൂനപക്ഷമായ പീപ്പിളുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ആരെ കയ്യിലാണ് ഈ വാഹനം അന്നുള്ളത്, ആ ആളുകളാണ് ഇതിൽ അനുഭവപ്പെടുക. അപ്പോൾ വാഹനത്തിൻ്റെ പേപ്പർ ഭാഗത്ത് നോക്കാണ്ട് പിന്നെ രണ്ടാമതാണ് വാഹനം. അതിനൊരു പ്രോപ്പർ ഇവാലുവേഷൻ ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് കാണുന്നതാണ്. ഇപ്പോൾ ആളുകൾ ആക്സിഡൻ്റ് ആവും, പുറത്ത് കൊണ്ടുപോയി പണിയെടുക്കും, കമ്പനി ഹിസ്റ്ററി വരണ്ടെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നല്ലൊരു ടീം, ഇവാലുവേഷന് കഴിവുള്ളൊരു ടീം വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു 400-ലധികം ചെക്ക് പോയിന്റ്, ഞങ്ങൾ 150 എന്നാണ് പുറത്ത് പറയുന്നതെങ്കിലും ഞങ്ങൾക്കൊരു 400 സംതിങ് 432 എന്നാണ് ഞങ്ങൾ ആ ഷീറ്റ്. ആ പോയിന്റുകൾ വഴി ചെക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു വാഹനം പിന്നെ പർച്ചേസ് ചെയ്യുന്നതും അതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ റീഫർബ് ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത്. എന്നാൽ തന്നെ പ്രീ ഓൺഡ് അറിയാം നമുക്ക് പുതിയ കംപ്ലൈൻറ്റുകൾ നാളെ വീണ്ടും വരാം. അപ്പോൾ ഇത്തരം ഒരു ചെക്കപ്പ് ഉണ്ടായിട്ട് പോലും കസ്റ്റമർ കംപ്ലൈൻസുകൾ ചെറിയ രീതിയിൽ ഒരു 2%-5% വരുന്നുണ്ട്. അതിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബിസിനസ് കൊണ്ടുപോയത്. ഇതൊന്നും ഇല്ലാതെ ഒരു യൂട്യൂബിലെ ഒരു റീലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ റീലോ ഇട്ട് ചെയ്താൽ ദൂരവ്യാപകമായി അല്ലെങ്കിൽ ലോങ് ടൈമിലോട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് 10 വർഷമായിട്ട് കേരളം റോയൽ ഡ്രൈവിനെ ആക്സെപ്റ്റ് ചെയ്തതും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാരണം വാല്യൂ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ. ശരിക്കും ഈ ഒരുപാട് പേര് ഭൂട്ടാൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭൂട്ടാനിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡൽഹിയിൽ നിന്ന് പല വണ്ടികളും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഭൂട്ടാനിൽ നമ്മൾ പർച്ചേസ് ഇല്ല, നമ്മളല്ല, പൊതുവെ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതിനോട് മുജീബ്ക്കയുടെ ഒരു തോട്ടം എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസ്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? നമുക്ക് വാഹനത്തിൽ ഇപ്പോൾ മെക്കാനിക്കൽ കംപ്ലൈൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ എൻജിൻ കംപ്ലൈൻ്റ് ആണെങ്കിൽ എൻജിൻ റീപ്ലേസ് ചെയ്താൽ പ്രശ്നം തീരും. പക്ഷേ ഇതിൻ്റെ RC ബുക്കിലൊരു പ്രോബ്ലം, നമ്മൾക്ക് പണം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മറ്റേത് നമുക്ക് പണത്തിൻ്റെ ഒരു നഷ്ടം മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഇവാലുവേഷനിൽ ഒരു റീപെയിൻറ്റ് ചെയ്ത വണ്ടി എടുത്തു, ഒന്നും സംഭവിക്കാനില്ല. ആക്സിഡൻ്റ് ആയ വണ്ടി എടുത്തു, മേ ബി റീസെയിൽ അതിൻ്റെ വാല്യൂ കുറയും, ഇത്രേ സംഭവിക്കുള്ളൂ. പക്ഷെ നമ്മൾ ഇതിൻ്റെ ആധാരം ഇല്ലാത്തൊരു വീട് പറമ്പ് വാങ്ങുന്നതിന് അവസ്ഥ ഈക്വലാണ്
പേപ്പർ കറക്റ്റായിട്ട് നോക്കും. കാരണം മനുഷ്യർ ഇപ്പോൾ നമ്മൾ പരിവാഹനെ കുറ്റം പറയാനില്ല. കാരണം പരിവാഹൻ ഉപയോഗിക്കുന്നതിൽ ഒരാൾ ക്രിമിനൽ ഉണ്ടെങ്കിൽ ആ ആൾ വഴി ഇത്തരം സംഭവങ്ങൾ നടന്നാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും വരുന്നത് പബ്ലിക്കിലോട്ടാണ്. അപ്പോൾ ഇതിനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുകൾക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അത് പ്രീ ഓൺഡ് വാങ്ങുമ്പോൾ അത്ര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിയാൽ നാളെ ഒരു ഇഷ്യൂ വന്നാൽ അവർക്ക് പോയി പറയാനും അവരെ കേൾക്കാനും തയ്യാറുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള എളുപ്പ വഴി. പിന്നെ ഇതെല്ലാം പഠിച്ചിട്ട് വാങ്ങാം, പക്ഷെ അതിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും ഇതിലെന്തെല്ലാം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് പഠിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് സമയം അതിൻ്റെ പേരിൽ സ്പെൻഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം, ഒരു പീസ് ഓഫ് മൈൻഡ് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് അംഗീകരിത, ഇപ്പോൾ ഗവൺമെൻറ് വരെ ഓതറൈസേഷൻ കൊടുക്കുന്നുണ്ട് പ്രീ ഓൺഡ് സ്ഥാപനങ്ങൾക്ക്. അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിക്കുക. നമ്മൾ പറഞ്ഞാൽ കേൾക്കും, ഒരു ഫ്യൂച്ചറുള്ള, ഒരു വിഷനുള്ള, അല്ലെങ്കിൽ കമ്പനി ഒരു 10 വർഷം അല്ലെങ്കിൽ 100 വർഷം ഈ ഭൂമിയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഓണേഴ്സോ നടത്തുന്ന സ്ഥാപനങ്ങളെടുത്തുനിന്ന് ക്രയവിക്രയം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഈസി വേ. ശരിക്കും ഒരു റോയൽ ട്രൈവിനെ പറ്റി വളരെ സന്തോഷമായിട്ടൊരു കാര്യം പണ്ട് കേട്ടത്, ഈ അടുത്ത് കേട്ടതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് നമ്മളെ അടുത്തൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അതായത് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ പ്രീ ഓൺഡ് ലക്ഷറി ബ്രാൻഡിൽ അതിനെ ബൈഔട്ട് ചെയ്യാനോ അക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു മാൻഡേറ്റ് നമ്മുടെ അടുത്ത് വന്നിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സംഗതി കേരളത്തിലില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു പുതിയൊരു സിസ്റ്റം അല്ലെങ്കിൽ പുതിയൊരു കോർപ്പറേറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അത് ശരിക്കും നമ്മളിലേക്ക് എങ്ങനെയാണ് ശരിക്കും അത് എത്തിയത് അവർ? അല്ല, ഇത് ആക്ച്വലി നമ്മൾക്ക് ഇപ്പോൾ പതഞ്ജലി മഹർഷി പറഞ്ഞ പോലെ നമ്മൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ അതിലോട്ടുള്ള സാധനങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ അങ്ങനെ ഒരു വിഷനിലാണ് വർക്ക് ചെയ്യുന്നതും. നമ്മളൊരു 2031 കൂടി ഒരു മെയിൻ IPOയിൽ ലോഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹത്തിൽ തന്നെ കറക്റ്റ് അതിനെ പിന്നെ എന്താ പറയുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഇയറിൽ എവിടെ എത്തണം, എന്തൊക്കെ ചെയ്യണം, അതിൽ നമ്മുടെ പ്രോസസ്സിൽ എന്ത് ചെയ്യണം, സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, ഫിനാൻസിൽ എന്ത് ചെയ്യണം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആഗ്രഹിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ആ വന്ന് എത്തിച്ചേർന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അതിന് ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം എക്സ് അല്ലെങ്കിൽ വൈ വരും നമ്മളെ കൂടെ എന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. കാരണം പല ഫൗണ്ടേഴ്സും ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ ഒരു അക്വിസിഷൻ വരുമ്പോൾ അല്ലെങ്കിൽ IPOന് പോവുകയാണെങ്കിൽ തന്നെ ഡ്യൂ ഡിലിജൻസ് എന്നുള്ള പ്രോസസ്സുണ്ട്. ഇതെല്ലാം രേഖകളുള്ള കാര്യങ്ങളും പിന്നെ ബ്രാൻഡുമാണ് വരുന്നത്. കാരണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പല ഫൗണ്ടേഴ്സിനും മടിയാണ്. അപ്പോൾ അവിടെ ശരിക്കും റോയൽ ഡ്രൈവ് തുടക്കത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്തിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾക്ക് 5 വർഷം കൊണ്ട് അച്ചീവ് ആകുന്ന ഞാൻ കാണുന്നത് ടോട്ടൽ ഒരു 15 വർഷം എടുക്കുമായിരിക്കും. ഇപ്പോൾ ഓൾറെഡി 10 വർഷമായി. ഇനി നമുക്കൊരു 5 വർഷത്തെ സമയം ഞാൻ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ സ്മാർട്ട് എന്ന കൺസെപ്റ്റിനെ SME IPOയിലോട്ട് കൊണ്ടുപോകാം, അത് കഴിഞ്ഞിട്ട് മെയിൻ ബോർഡിലോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് ഓരോ ഡിഫൈൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 5 ഇയർ കഴിഞ്ഞിട്ടാണ് ഇതിനൊരു നല്ല രീതിയിൽ ഞാൻ സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സ് സ്വപ്നം കാണുന്ന, എൻ്റെ ടീമിനൊരു ESOP കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിട്ട് ഇതിനെ വളർത്തണമെങ്കിൽ ഇനിയും എൻ്റെ മുന്നിൽ 5 വർഷത്തെ കഠിനാധ്വാനം വേണ്ടി വരുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ടീമിന് ഇപ്പോൾ ESOPിനെ പറ്റി പറയുമ്പോൾ വളരെ സ്റ്റാർട്ടപ്സിൽ മാത്രം യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ESOP. പക്ഷേ നേരത്തെ തന്നെ അതിനെപ്പറ്റി മുതിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തുടക്കം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതുവരെയുള്ള എന്തോരം എംപ്ലോയീസ് നമ്മുടെ കൂടെയുണ്ട്, കോറായിട്ടുള്ള ഇതിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള ടീം എങ്ങനെയാണ്? ഇപ്പോൾ നല്ലൊരു സ്ട്രോങ് കോർ ടീം ഉണ്ട്. അതുപോലെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഒരു 10-ലധികം എംപ്ലോയീസ് നമ്മളെ കൂടെ ഉണ്ട്, ആ സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയുള്ള. അപ്പോൾ ഇത് നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് ഞങ്ങൾ അട്രീഷൻ എന്തായാലും ഉണ്ടാവും ചെറിയ രീതിയിൽ, അതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നല്ല നല്ല ആളുകൾ ഓരോ പോസ്റ്റിലും ആളുകൾ മാറുമ്പോൾ അതിലും ബെസ്റ്റ് ആളുകളെ കമ്പനിയിലോട്ട് അട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ആദ്യകാലങ്ങളിലൊന്നും നമ്മുടെ ഭാഷ നമ്മളെ ടീമിന് ഇപ്പോൾ ESOPിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഞാൻ ഈ V-Guardന്റെ ഹിസ്റ്ററി പറയും. അതുപോലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള, കാരണം നമുക്ക് മാത്രം സമ്പാദിക്കാനാണെങ്കിൽ ഇങ്ങനെ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ 2008 മുതൽ 2015 വരെ ചെയ്തു പോകുന്ന പ്രവൃത്തിയിലൂടെ തന്നെ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. ഞാനൊരു അഹങ്കാരത്തിൽ പറയല്ല, കാരണം അതെനിക്കുണ്ട്. ഞാനത് ആസ്വദിച്ച് പോകുന്ന ആളാണ്.
അതേസമയം നമുക്ക് 30-ാം തീയതി കഴിഞ്ഞ് 1-ാം തീയതി ടെൻഷൻ അടിക്കണം, സാലറി കൊടുക്കണം, വാടക കൊടുക്കണം. അപ്പം ഇത്ര വലിയ ഒരു കംഫർട്ട് സോൺ നമ്മൾ പൊട്ടിച്ച് പോകുന്നത് എനിക്ക് മാത്രം രക്ഷപ്പെടാനല്ല. കാരണം ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മുടെ രാജ്യത്തുണ്ട്. ഒന്ന്, ഇന്ത്യ എന്ന മാർക്കറ്റ് നമ്മളിപ്പോൾ കാണുന്ന ഇന്ത്യയിൽ ഇത്രയും അധികം പുതിയ ബിസിനസ്സുകാർ വളർന്നു വരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റിങ് മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഈ മാർക്കറ്റ് ഇപ്പോൾ പ്രിയോണിൻ്റെ ഇൻഡസ്ട്രി പറയുകയാണെങ്കിൽ വേൾഡിൽ 4:1 ഒരു 4 യൂസ്ഡ് കാർ വിൽക്കുമ്പോൾ 1 ന്യൂ കാർ വിൽക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴും അത് 2.5 ഒക്കെ എത്തിയിട്ടുള്ളൂ. അത് വിൽക്കുമ്പോഴാണ് 1 ന്യൂ കാർ വിൽക്കുന്നത്. ഈ 4:1 അതിൻ്റെ അപ്പുറം പോകാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട്. കാരണം ഷോർട്ടായിട്ട് പറയാം, നമ്മൾ പണ്ട് ബൈക്ക് ഉപയോഗിച്ചിരുന്ന പല ആളുകളും കാർ കയറി, സാധാ കാർ ഉപയോഗിച്ചിരുന്ന ജർമ്മൻ കാർ കയറും ആദ്യം, ജർമ്മൻ കാറുകൾ ഉപയോഗിക്കുന്നവർ ലക്ഷറി കയറും. ഇതാണ് ഇതിൻ്റെ ഒരു കൺവേർഷൻ. അപ്പോൾ അത് ആ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഇവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ ന്യൂ കാർ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് 65 ലക്ഷത്തിലാണ് സ്റ്റാർട്ടിങ്. 25 ലക്ഷത്തിനൊരു ലക്ഷറി പ്രിയോണ്ട് കിട്ടുമ്പോൾ ഈ കൺവേർഷൻ സ്പീഡാവും. അതാണ് പ്രിയോണ്ടിൻ്റെ മാർക്കറ്റ്. അപ്പോൾ ഇതിലോട്ട് ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെയിൻ ഉണ്ട്. ആ പെയിൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ പാപം. നമുക്ക് ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടാവാം, നമുക്ക് സ്വന്തമായി വീടുണ്ടായിരിക്കാം. പക്ഷെ 5 കൊല്ലമായിട്ടോ 10 കൊല്ലമായിട്ടോ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ഒരു കാറ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു വീട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതൊരു ഓണ്ടർപ്രണറുടെ മോശമായ അവസ്ഥ എന്നേ പറയുള്ളൂ. പക്ഷെ അദ്ദേഹത്തെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഇന്നത്തെ ഈ ഇത്രയും മത്സരമുള്ള ലോകത്ത് പിയാനിൽ കഴിഞ്ഞ് സ്വന്തം കഴിഞ്ഞ് വേറൊരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു ഓണർക്ക് വരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് ഒരു IPO പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള വിശ്വാസമാണ്. അപ്പോൾ നാളെ നമ്മൾ ഈ മണ്ണിൽ നിന്ന് പോകുമ്പോൾ നമ്മളെ സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരുപാട് പേര് ഭൂമിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഗോൾ. ഓക്കെ, ഇനി ഞാൻ പൊതുവേ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് 2 തരത്തിലാണ്. ചിലവർ അപ്പോൾ തന്നെ അത് പ്രോഫിറ്റ് മേക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഡിവിഡൻഡിലേക്ക് പോകുന്നു. നമ്മൾ എന്തോരം R&D, റിസർച്ച് അല്ലെങ്കിൽ ഇന്നോവേഷനിലേക്ക് ഓരോ ഇയർലി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അല്ല ചോദിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് വരെ നമ്മുടെ ഇന്നോവേഷനിലേക്ക് അല്ലെങ്കിൽ റിസർച്ചിലേക്ക് മാറ്റുന്നുണ്ട്? നമ്മൾ നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ എക്സ്പെൻസിൻ്റെ ഒരു 30% എബോവ് ഇന്നോവേഷന് വേണ്ടി ഞങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. അത് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ. ഇപ്പോൾ 2018 ഞങ്ങൾ ആദ്യമായിട്ട് റോബോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ AI ഇൻഫ്ലുവൻസറെ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. ഞങ്ങൾ ഇൻഹൗസ് ചെയ്താണ്. ഇപ്പോൾ പുതിയ AI ഇൻഫ്ലുവൻസർ, ആ AI ഇൻഫ്ലുവൻസർ ആയിരിക്കും ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ. ഞങ്ങളെ കസ്റ്റമറുടെ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ 100% ആ ഒരു AI ടൂള് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഇന്നോവേഷൻസ് ഒക്കെ വരണത്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ താങ്കളുണ്ടായിരുന്നു, നമ്മൾ JTEXൽ പോയി. അപ്പോൾ ഇത് എന്തിനാ വെച്ചാൽ ലോകം എവിടേക്ക് പോകുന്നു. കാരണം ഇന്ന് കേരളത്തിൽ വന്നില്ലെങ്കിലും 5 വർഷം കൊണ്ട് വരും. JTEXൽ കാണിച്ച ഒരു സംഭവം 2 വർഷം കൊണ്ട് മേ ബി ദുബൈയിൽ വരാം, പക്ഷെ 5 വർഷം കൊണ്ട് ഡെഫിനറ്റ്ലി കേരളത്തിലും വരും. ഗ്ലോബലി എല്ലാം അങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ ആ മാറ്റം വരുമ്പോൾ നമ്മളെ ഇൻഡസ്ട്രിക്ക് എന്ത് സംഭവിക്കുന്നു നമുക്കറിയണം. അപ്പോൾ അത്തരം സംഭവങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേഷനും ഇന്നോവേഷനും പഠിക്കുകയും വേണം, അതിനെ അഡാപ്റ്റ് ചെയ്യുകയും വേണം. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഒരു സ്കോളറെ പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളായിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിലും നമ്മളെ ലൈഫിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വളരാൻ പറ്റുള്ളൂ. ഇനിയൊരു നെഗറ്റീവ് അല്ല, ഈ ഒരു സെഗ്മെൻറ്റ് പ്രിയോൺ ലക്ഷറി ഒരു കോർപ്പറേറ്റ് സിസ്റ്റമായിട്ട് മാറുന്നതിൻ്റെ ഒരു ഒറ്റ ചലഞ്ച് പറയാൻ പറ്റില്ല. നമ്മൾ ഫേസ് ചെയ്ത ഒരു ചലഞ്ചും എങ്ങനെ അതിനെ നമ്മൾ ഓവർകം ചെയ്തു എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റ് ആയിരിക്കും? ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബിസിനസ് മോഡലുകൾ കസ്റ്റമർ ടു കസ്റ്റമർ അല്ലെങ്കിൽ ബിസിനസ് ടു കസ്റ്റമർ, ഇങ്ങനെ പല C2C, B2C, B2B എന്നൊക്കെ പറഞ്ഞ പല രീതിയിൽ നമ്മൾ പറയും. പക്ഷെ ഞങ്ങളുടെ ബിസിനസ് മോഡൽ കസ്റ്റമർ ടു ബിസിനസ്, ബിസിനസ് ടു കസ്റ്റമർ, C2B2C. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നിടത്ത് ഒരു കസ്റ്റമറാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയല്ല. ഞങ്ങളിത് വാങ്ങുന്നിടത്തൊരു കസ്റ്റമറാണ്. അപ്പോൾ ഇവരെ 2 പേരെയും ഒരുപോലെ പരിഗണിക്കേണ്ടി വരുന്ന വളരെ യുണീക്കായിട്ടുള്ള ബിസിനസ് മോഡലാണ്. ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ അവർ ജസ്റ്റ് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഇതിൽ ഞങ്ങളുടേതായ വാല്യൂ ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 കസ്റ്റമറെയും ഒരു പ്രോസസ്സ് വഴി ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ്, എൻ്റെ കൂടെ
റോയൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇതുവരെയുള്ള ടീം, ഇവരുടെ എല്ലാവരുടെയും എന്താണ് സംയുക്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ആ കോൺട്രിബ്യൂഷനാണ് ഞങ്ങളുടെ പ്രോസസ്സ്. അപ്പോൾ ഈ 2 കസ്റ്റമറെ ഒരുമിച്ച് ഹാപ്പി ആക്കൽ നിർബന്ധമുള്ളതെന്ന് വളരെ കഠിനമായ ജോലിയാണ്. അപ്പം ഞാൻ നാളെ കാണുന്നത് റോയൽ ഡ്രൈവിൻ്റെ ഒരു വാല്യുവേഷൻ ഈ ഒരു കാര്യത്തിലായിരിക്കും. ഒരുവിധം ബിസിനസ്സൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് കസ്റ്റമർ ഉണ്ടാവുന്നത്. ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നിടത്ത് അതും ചിലപ്പോൾ ഈ ഞങ്ങളെ ഇന്ന് വാങ്ങുന്നതിനേക്കാൾ വലിയ പ്രൊഫൈലായിരിക്കും ഞങ്ങൾക്ക് വണ്ടി തരുന്ന പ്രൊഫൈലുകൾ. അപ്പോൾ ഇവരെ ക്ലീനായിട്ട് അവരുടെ നീഡുകളെ അനലൈസ് ചെയ്യണം, അവരുടെ പെയിൻ പോയിന്റ് അനലൈസ് ചെയ്യണം, അതിനുള്ള പരിഹാരം കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങളെ ഇന്ന് വാങ്ങുന്ന ആളുകൾ ഇതേപോലെ മാർക്കറ്റിൽ ഡിഗ്നിറ്റി ഉള്ള പേഴ്സൺസ് ആയിരിക്കും, അവരെയും ഞങ്ങൾക്ക് പരിഗണിക്കണം. അപ്പോൾ വളരെ കഠിനമായൊരു പ്രോസസ്സാണിത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ഈ പ്രിയോണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു സമയം വിട്ട് ഒരു 1 man ഷോ അല്ലാതെ ഒരു കമ്പനി ആയിട്ട് വരാൻ പലർക്കും ബുദ്ധിമുട്ടുള്ളതും ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ പല ആളുകളുടെ അടുത്തും മണിയുണ്ട്, പക്ഷെ അവർക്ക് ഒരു പ്രിയോണ്ട് ബിസിനസ് തുടങ്ങാൻ കഴിയില്ല, അവർക്കൊരു ഫ്രാഞ്ചൈസി തുടങ്ങാം. അപ്പോൾ ഞങ്ങളും ഒരു ഫ്രാഞ്ചൈസി കൺസെപ്റ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്. സ്മാർട്ട് എന്ന കൺസെപ്റ്റിന് കേരളത്തിൽ ഒരു 20 ഫ്രാഞ്ചൈസി കൊടുക്കാൻ. അത് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങളുടെ എല്ലാ ARP കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങളെ കയ്യിൽ തന്നെ കൺക്ലൂഡ് ആയതിൻ്റെ ശേഷം കൊടുക്കണം. അടുത്ത വർഷങ്ങളിലൊക്കെ ഓൾറെഡി തൃശ്ശൂരും തിരൂരും ഞങ്ങൾക്ക് 2 ആളുകൾ റെഡി ടു ബൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഭാവി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരണം മണി മാത്രം ഉണ്ടായാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഒരു പ്രിയോണ്ട് ബിസിനസ് എന്ന് പറഞ്ഞ് വളരെ ശ്രമകരമായ ഒരു എഫേർട്ട് ഇതിൻ്റെ ബാക്കിലുണ്ട്. അതുപോലെ ഈ സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്, കാരണം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ നേരത്തെ ഫോളോ ചെയ്യുന്ന സമയത്ത് പൃഥ്വിരാജ് തുടങ്ങി, അസീഫിൽ തുടങ്ങി, ഇപ്പോൾ ജോജുവിൻ്റെ മിനി കൂപ്പർ വരെ കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് നമ്മളിലേക്ക് എത്തിയാന്ന് ഞാൻ മനസ്സിലാക്കി. ഈവൻ വിരാട് കോഹ്ലിയുടെ ലംബോർഗിനി. അപ്പോൾ അവർ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് വന്ന് നമ്മുടെ ആ റിലയബിലിറ്റിയുടെ പുറത്തായിരിക്കണം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അവരായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു? അതെങ്ങനെ ഗുണം ചെയ്തു? ഇല്ല, അതാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഫിലിപ്പ് കോട്ട്ലറുടെ ബുക്കിൽ റോയൽ ഡ്രൈവ് പരാമർശിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഫിലിപ്പ് കോട്ട്ലറുടെ ബുക്കിൽ ഒരു കേസ് സ്റ്റഡി വരാൻ കാരണം പൊസിഷനിങ്. അപ്പോൾ ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു വാഹനം ഡീൽ ചെയ്യാനുള്ള പൊസിഷനിൽ റോയൽ ഡ്രൈവ് നിന്നു എന്നുള്ള, അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്നൊരു മഹാനടന് വണ്ടി വാങ്ങിക്കാനുള്ള ഒരു പൊസിഷനിൽ റോയൽ ഡ്രൈവ് നിന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. കാരണം അവർക്ക് ഡീൽ ചെയ്യുമ്പോൾ അവരുടേതായ കംഫർട്ട് ഉണ്ട്. പിന്നെ ഇത്തരം ആളുകൾക്ക് അവരുടേതായ ഇത്തരം സെലിബ്രിറ്റികളായിക്കോട്ടെ, ബിസിനസ് പേഴ്സൺ ആയിക്കോട്ടെ, അവർക്ക് ടൈമായിരിക്കും അവരുടെ ഏറ്റവും വലിയ വാല്യൂ. അപ്പോൾ അങ്ങനെ അവരുടെ ടൈമിനെ നഷ്ടപ്പെടുത്താതെ എന്നാൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഈ ഡീല് ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഓൾറെഡി ഞങ്ങളടുത്ത് ആ ഒരു ടൈപ്പ് ഓഫ് ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ സർവീസ് കൊടുക്കാൻ തയ്യാറായൊരു പ്രോസസ്സ് നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇത്തരം സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റും അല്ലെങ്കിൽ ഇത്തരം ഓണ്ടർപ്രണേഴ്സിന്റെ എൻഡോഴ്സ്മെന്റ് ഒക്കെ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെഗറ്റീവ് ആവാൻ സാധ്യത, നമ്മൾ എന്തെങ്കിലും ഒരു മോശം വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ് ആണ്. അതെ 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 അതെ. ഇപ്പോഴെനിക്ക് ഒരുപാട് പേര് സിനിമ ഇൻഡസ്ട്രീസിൽ നിന്നും സ്പോർട്സിൽ നിന്നൊക്കെ ഒരുപാട് നമ്മളെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അതെ അതെ. എനിക്ക് ഫിലിപ്പ് കോട്ട്ലറുടെ കേസ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇവിടെ ഞാൻ അട്രാക്ട് ചെയ്യുന്ന പോയിന്റ് ബ്രാൻഡ് പൊസിഷനിങ് ആണ്. ഇപ്പോൾ നൈക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റി പഠിക്കുമ്പോൾ അവരൊന്നും ഉണ്ടാക്കുന്നില്ല, അവർ ആ ഒരു ലോയൽറ്റി, ആ പ്രീമിയം പൊസിഷനിങ് ആണ് അവിടെ ചെയ്യുന്നത്. ശരിക്കും അതാണ് ഫ്യൂച്ചറും. അത് ഉണ്ടായാലാണ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട്. അതെ അതെ അതെ. പക്ഷെ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എഫേർട്ട് ഇതിന്റെ ബാക്കിൽ, അതൊരു ഐസ്ബർഗാ. പുറന്ന് കാണുന്നവര് നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടികളോ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂകളോ അല്ലെങ്കിൽ എന്താണ് ഓൺലൈനിൽ കാണുന്ന കാര്യങ്ങൾ, ഇതല്ല. ഇതിന്റെ താഴെയുള്ള ഹാർഡ് വർക്ക്, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതൊന്നും പബ്ലിക്കിന് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് റീൽസ് ഉണ്ട്, എല്ലാം ഈ മോട്ടിവേഷൻസ് സംസാരിക്കുന്നത് ഇന്നത്തെ സക്സസിനെ പറ്റി മാത്രമാണ്. പക്ഷെ അവര് ഫെയിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ എഫേർട്ട് എടുത്തു എന്ന് ആരും സംസാരിക്കാറില്ല. എല്ലാവരും ഇന്നത്തെ സക്സസിനെ മാത്രമാണ് മറ്റേതാണ് പഠിക്കേണ്ടത്. അതെ, ഇപ്പോൾ അതിലൊരു തെറ്റിദ്ധാരണ വരുന്നത്, ഞാൻ നേരത്തെ മരച്ചീനിയും തേക്കും പറഞ്ഞ പോലെ, ഇപ്പോൾ MA യൂസുഫ് അലി എന്നൊരാൾ, അല്ലെങ്കിൽ ജോയി ആലുക്കാസ് എന്നൊരാൾ, ഇവരൊക്കെ വളർന്ന് വന്ന അല്ലെങ്കിൽ അവരെടുത്ത കുറേ റിസ്കുകളും കുറേ ഡിസിഷൻസും, കഠിനമായ ഡിസിഷൻസും കഠിനമായ റിസ്കുകളും എടുത്തിട്ട് വന്നിട്ടുണ്ടാവും. ഇത് പ്രകൃതിക്കൊരു നിയമമുണ്ട്, ആ നിയമത്തിലാണ് ഇതെല്ലാം വരുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള റിസ്കുകളും അല്ലെങ്കിൽ ആ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ പോയി നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് ആയാൽ മാത്രമാണ് നമ്മളൊരു ബെസ്റ്റ് ഓണ്ടർപ്രണറായി മാറുള്ളൂ. പക്ഷേ ന്യൂജന് അവർ കാണുന്നത്
ഇന്ന് കമ്പനി തുടങ്ങണം, നാളെ അത് IPOക്ക് കൊണ്ടുപോകണം, സ്റ്റാർട്ടപ്പ് അത് ഇതെന്ന് പറഞ്ഞ് അതിനെ കോടികൾക്ക് വിൽക്കുന്നു. പക്ഷെ പരാജയപ്പെടുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്, അതിനെക്കുറിച്ച് ചർച്ചകളില്ല. അവര് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് വരും, എവിടെയെങ്കിലും പിച്ച് ചെയ്യും, ആരെങ്കിലുമൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ രീതിയിൽ അത് വളർന്നു ചിലത് രക്ഷപ്പെട്ടു പോകും, പക്ഷെ രക്ഷപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ റോയൽ ഡ്രൈവൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ 10 വർഷം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു മാന്യമായി പ്രൂവൺ ചെയ്ത് മുന്നോട്ട് പോകണം. പക്ഷെ ആ പ്രൂവൺ ചെയ്യുക എന്നുള്ളത് ഒരുപാട് സമൂഹത്തിലെ ഒരുപാട് കാര്യങ്ങളോട് നമ്മൾ മല്ലിട്ടുകൊണ്ടും ഒരുപാട് എന്താ പറയുക, നമ്മൾ ഇഷ്ടമില്ലാത്തത് കേട്ടുകൊണ്ടൊക്കെയാണ് പോകേണ്ടത്. ഇപ്പോൾ IT അറിയാലോ, അപ്പോൾ അതൊക്കെ എന്താണ് ആക്ച്വൽ എന്നതിൻ്റെ വിപരീതമാണ് പുറത്തു വരിക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പഴി കാലാകാലങ്ങളിലും നമ്മൾ കേൾക്കേണ്ട ഗതികേടാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനെ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മുടെ ഉദ്ദേശം, ഇൻറ്റൻഷൻ നന്നാവുക, ബാക്കി പ്രകൃതി നമ്മൾ അതിലോട്ട് എത്തിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ IPO എന്ന് പറഞ്ഞു, ശരിക്കും ഒരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ളത് വളരെ ചുരുക്കം പേരുടെ വിഷയം. എല്ലാവരും പെട്ടെന്ന് പൈസ ഉണ്ടാക്കി സ്വന്തം കീശ വലുതാക്കണം എന്നൊരു ചിന്തയാണ്. ഇപ്പോൾ റോയൽ ഡ്രൈവിന് നെക്സ്റ്റ് ഒരു 10 to 5 year പ്ലാനിനെ പറ്റി പറയുകയാണെങ്കിൽ എവിടെ പൊസിഷൻ ചെയ്യണം? ഇന്ത്യയിൽ പ്രീമിയർ ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഗ്ലോബലി എവിടെ ആക്കണം, അല്ലെങ്കിൽ IPO കൂടെ തന്നെ എന്താണ് ഒരു 10 year വിഷൻ മനസ്സിലൊരു ആഗ്രഹം? 10 year വിഷൻ പറഞ്ഞാൽ ആദ്യത്തെ 5 വർഷത്തിൽ ഞാൻ ഈ പറഞ്ഞ ഒരു IPO എന്ന് ഉദ്ദേശിക്കുന്നതിന് നമ്മൾ അതിന് എക്സിറ്റ് അടിച്ച് പോകാനല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുവഴി നമ്മുടെ കമ്പനിയെ എക്സ്പാൻഡ് ചെയ്ത് പോകാനാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തൊരു പാൻ ഇന്ത്യ ബേസിൽ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ കൊടുക്കുന്ന സർവീസിന് ഇന്ത്യയിലെ നമ്മുടേതായ ഇപ്പോൾ മാർക്കറ്റിലെ ഞങ്ങളുടെ ഷെയർ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ലക്ഷറിയിലെ 10% ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രീ ഓൺഡ് ലക്ഷറി വാങ്ങുന്ന 10% ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി 90% ആരാ ചെയ്തോട്ടെ എന്നുള്ള മാനസികാവസ്ഥയിലാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയും നമ്മൾ കൊടുക്കുന്ന സർവീസും ആ വ്യക്തികളും തമ്മിൽ മാച്ച് ആവുമ്പോഴാണ് നല്ലൊരു ബിസിനസ് ഡീലായി മാറുക. അപ്പോൾ ഇതേപോലെയുള്ള ഇന്ത്യ 140 കോടി ജനങ്ങളുണ്ട്. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ അതിന് ലക്ഷറിയുടെ 10% എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് നമ്പറാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രാപ്തരാവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനോട് കൂടെ തന്നെ അബ്രോഡ്, ഇപ്പോൾ ദുബൈ ആണെങ്കിലും സൗദി ആണെങ്കിലും അപ്പുറത്ത് ഈവൻ USA വരെ നീളണം എന്നാണ് ഞങ്ങളുടെ വിഷൻ. അത് നമ്മൾ മൈൽ സ്റ്റോണുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എവിടെ ഏതൊക്കെ വർഷങ്ങൾ എവിടെയൊക്കെ വരണം എന്നുള്ള വൃത്തിയിലുള്ള കാര്യങ്ങളുണ്ട്. മേ ബി 100% അച്ചീവ് ആകാം, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് 80% അച്ചീവ് ആവും. കാരണം ഞങ്ങളുടെ ഈ യാത്ര, ഇതുവരെയുള്ള യാത്രയിൽ നമ്മൾ ഇതേപോലെ മൈൽ സ്റ്റോൺ എഴുതപ്പെട്ടത് 100 ആയ കാര്യങ്ങളുണ്ട്, 80 ആയതുണ്ട്. പക്ഷേ 50ൻ്റെ താഴേക്ക് റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കണം. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷൻ കയ്യിലുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു ടീമിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ടീമിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇവരെല്ലാവരെയും കൂട്ടി നല്ലൊരു സക്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും റോയൽ ഡ്രൈവിൻ്റെ എല്ലാ ഫ്യൂച്ചർ പ്ലാൻസിനും എല്ലാവിധ ഭാവങ്ങളും മംഗളങ്ങളും നേരാണ്. അപ്പോൾ ഓൾ ദി വെരി വിഷസ്. താങ്ക് യു സോ മച്ച്.